ഇന്ന് പുറത്തു വന്ന രണ്ട് IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ടീമുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യ മാച്ചിൽ മുംബൈ ടീം CSKയുമായി തോറ്റിട്ടുണ്ടായിരുന്നു. സൂര്യകുമാറായിരുന്നു മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ. ഇപ്പോഴിതാ മുംബൈ ടീമിൽ ക്യാപ്റ്റൻസി മാറ്റം വന്നിരിക്കുകയാണ്. അടുത്ത മാച്ചിൽ ഹാർദിക് പാണ്ഡ്യ തന്നെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കും. പാണ്ഡ്യ തിരിച്ചെത്തുമ്പോൾ മുംബൈ ടീം സ്ട്രോങ് ആകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇനിയൊരു പക്ഷേ പാണ്ഡ്യയ്ക്ക് മുംബൈനെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ രോഹിത് തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചു വരുമെന്ന റിപ്പോർട്ടുകളും കാണാനുണ്ട്. രോഹിത് പടിയിറങ്ങിയ ശേഷം മുംബൈ ടീം ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ്. പഴയൊരു ഒത്തൊരുമ മുംബൈ ടീമിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അടുത്തൊരു അപ്ഡേറ്റ് ക്രിക്കറ്റ് താരത്തിന്റെ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടതാണ്. ബംഗ്ലാദേശിന്റെ മുൻ നായകൻ തമീം ഇക്ബാൽ മത്സരത്തിനിടെ കൊഴിഞ്ഞു വീണിരിക്കുകയാണ്. ധാക്ക പ്രീമിയർ ലീഗിനിടെയാണ് സംഭവം നടന്നത്. 36-കാരനായ തമീം ഇക്ബാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടൂർണമെന്റിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ നായകനായിരുന്നു ഇക്ബാല്. ആദ്യ ഓവറിൽ ഫീൽഡ് ചെയ്യുമ്പോഴാണ് വേദന അനുഭവപ്പെട്ടത്. ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ കൊടുത്തിട്ടുണ്ടായിരുന്നു. താരത്തിന്റെ നില ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. അടുപ്പിച്ച് 2 മാച്ച് രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ്. സഞ്ജു ഇംപാക്ട് പ്ലെയർ ആയിട്ട് മാത്രമാണ് ടീമിൽ ഉണ്ടായിരുന്നത്. റിയാൻ പരാഗ് ആയിരുന്നു രാജസ്ഥാന്റെ ക്യാപ്റ്റൻ. പരാഗ് ഒരു പരാജയമായിരുന്നു. ഇപ്പോഴിതാ രാജസ്ഥാൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പരാഗിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. പകരം ധ്രുവ് ജുറലിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചേക്കും. സഞ്ജു വരുന്നതുവരെ മാത്രമാണ് ധ്രുവ് ജുറൽ ക്യാപ്റ്റൻ ആവുന്നത്. പരാഗിനെ ഒരു റിവ്യൂ പോലും എടുക്കാൻ അറിയുന്നില്ല. പരാഗ് സഹകളിക്കാരോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒരു ക്യാപ്റ്റന്റെ കടമ പരാഗ് നിർവഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ടീം ഒരു നാഥനില്ലാത്ത ടീമായി മാറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ 2 മാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാച്ചിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് രാജസ്ഥാന് ജയിക്കാമായിരുന്നു. എന്തായാലും രാജസ്ഥാൻ ടീമിൽ അടിമുടി മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.